ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 131 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഡൽഹിയിൽ നടന്ന ഗ്ലോബൽ AI ഇംപാക്ട് സമ്മിറ്റിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്ത് ആരംഭിച്ചത്. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ, വ്യവസായ പ്രമുഖർ, ഇന്നൊവേറ്റേഴ്സ്, സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നിവർ AI ഇംപാക്ട് സമ്മിറ്റിനായി ഭാരത മണ്ഡപത്തിൽ ഒത്തുകൂടി. ഭാവിയിൽ ലോകം AIയുടെ ശക്തി എങ്ങനെ ഉപയോഗിക്കുമെന്നതിന്റെ ഒരു വഴിത്തിരിവായിരുന്നു ഈ ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. इस समिट में दुनिया को AI के क्षेत्र में भारत की अद्भुत क्षमताएं देखने को मिली है. इस दौरान भारत ने 3 मेड इन इंडिया AI मॉडल भी लॉन्च किए. ये अपने आप में अब तक की सबसे बड़ी AI समिट रही है. ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ഈ AI ഉച്ചകോടിയിൽ AI മേഖലയിൽ ഭാരതത്തിന്റെ അത്ഭുതകരമായ കഴിവുകൾ ലോകം കണ്ടതായും ഇക്കാലയളവിൽ ഭാരതം 3 മെയ്ഡ് ഇൻ ഇന്ത്യ AI മോഡലുകൾ പുറത്തിറക്കിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പിന്റെ CEO അജിഷ ഭാസി. സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് IIITMK ഇൻക്യുബേഷൻ സെന്ററിന്റെ അണ്ടറിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CSIR NISTയിലും ഞങ്ങൾ ഇൻക്യുബേറ്റഡ് ആണ്. ബേസിക്കലി ഞങ്ങൾ ഇവിടെ ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റിൽ നമ്മുടെ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റിന്റെ പേര് സെറീൻസോൾ എന്നാണ്. മെന്റൽ ഹെൽത്തിന്റെ ഏരിയയിലാണ് ഞങ്ങൾ ഒരു AI ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ആണ് ബിൽഡ് ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള ആലിൻ ഷിറിൻ എബ്രഹാമിനെക്കുറിച്ചും പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്തിൽ സംസാരിച്ചു. 10 മാസം പ്രായമുള്ള കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഇത്രയും ആഴത്തിലുള്ള വേദനയ്ക്കിടയിലും ആലിന്റെ അച്ഛൻ അരുൺ എബ്രഹാമും അമ്മ ഷെറിനും ആലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനമെടുത്തെന്നും അവരുടെ ചിന്ത എത്ര ഉന്നതമാണെന്നും വ്യക്തിത്വം എത്ര വിശാലമാണെന്നും ഇത് വെളിപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. आलिन शेरिन अब्राहम आज हमारे बीच नहीं है, लेकिन उसका नाम देश के कम उम्र की ऑर्गन डोनर्स में जुड़ गया है. साथियों, इन दिनों भारत में ऑर्गन डोनेशन को लेकर जागरूकता लगातार बढ़ रही है. ഒരു വ്യക്തിയുടെ ഉദാത്തമായ പ്രവൃത്തിക്ക് എണ്ണമറ്റ ആളുകളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് ഇത് വീണ്ടും തെളിയിക്കുന്നതായും ഇത്തരം മഹത്തായ പ്രവൃത്തികൾ ചെയ്ത എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. നാളെ രാഷ്ട്രപതി ഭവനിൽ രാജാജി ഉത്സവ് ആഘോഷിക്കുമെന്നും ഈ അവസരത്തിൽ രാഷ്ട്രപതി ഭവന്റെ മധ്യഭാഗത്തുള്ള മുറ്റത്ത് സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ ഭാരതീയ ഗവർണർ ജനറലായിരുന്ന സി രാജഗോപാലാചാര്യയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡിജിറ്റൽ അറസ്റ്റ്, ഡിജിറ്റൽ ഫ്രോഡ് എന്നിവയെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി നമ്മുടെ സമൂഹത്തിൽ ഇത് സംബന്ധിച്ച് കാര്യമായ അവബോധം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഇന്നും നമ്മുടെ ചുറ്റും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും അറിയിച്ചു. ഇതിനെതിരെ ജാഗ്രത പാലിക്കുകയും അവബോധം പുലർത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരള പോലീസിന്റെ സൈബർ വിഭാഗം DYSP ശ്രീ ബി അരുൺ. നമ്മളിൽ എമർജൻസി ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഭയം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് വ്യാജ പോലീസ് ഓഫീസറായി ചമഞ്ഞുകൊണ്ട് വാട്സാപ്പിലോ മറ്റ് വീഡിയോ കോളിലോ വിളിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം ഇത്തരത്തിൽ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ ഉള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ അക്കൗണ്ടിലേക്ക് പണം മാറ്റപ്പെടണമെന്നും നമ്മൾക്ക് വരുന്ന കോളുകൾ, കൂടാതെ നമ്മൾ വിർച്വൽ അറസ്റ്റിലാണെന്നും പറഞ്ഞ് തട്ടിപ്പിന് നടത്തുന്ന വ്യാജ കോളുകളിലൂടെ ആണ് നമ്മുടെ പണം ഭൂരിഭാഗവും തട്ടിക്കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വിശ്വസിച്ച് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് പണം അടയ്ക്കുന്നതോടുകൂടി ക്രിമിനലുകളുടെ അക്കൗണ്ടിലേക്കാണ് പണം മാറുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൂടാതെ നിയമത്തിൽ ഒരിടത്തും വിർച്വൽ അറസ്റ്റ് എന്ന ഒരു സംഭവം ഇതുവരെയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം തട്ടിപ്പുകൾക്കിടയായാൽ 1930 എന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക. എല്ലാവരും KYC ന്യൂ ഇയർ കസ്റ്റമർ പ്രക്രിയയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും ബാങ്കിൽ നിന്ന് KYC അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അസ്വസ്ഥരാകാതെ ഇത് നമ്മുടെ പണത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. പെൻഷൻ, സബ്സിഡി, ഇൻഷുറൻസ്, UPI തുടങ്ങിയവയെല്ലാം ഇന്ന് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി ഇരിക്കേണ്ടതാണെന്ന കാര്യം ഓർമ്മിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. OTP, आधार नंबर या बैंक खाते संबंधी जानकारी किसी को भी न दें और सबसे अहम बात, अपने पासवर्ड को समय समय पर जरूर बदलते रहें.
सशक्त नागरिकों से ही बनता है मजबूत और आत्मनिर्भर भारत। ബാങ്ക് ശാഖയിലൂടെയോ ഔദ്യോഗിക ആപ്പിലൂടെയോ അംഗീകൃത മാധ്യമത്തിലൂടെയോ മാത്രമേ KYC അപ്ഡേറ്റ് ചെയ്യാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. OTP, ആധാർ നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരുമായും പങ്കിടരുതെന്നും പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ ഈ വിഷയങ്ങളിൽ ഒരു സാമ്പത്തിക സാക്ഷരതാ വാരം സംഘടിപ്പിച്ച വിഷയം സംസാരിച്ച പ്രധാനമന്ത്രി ഈ സാമ്പത്തിക സാക്ഷരതാ ക്യാമ്പയിൻ വർഷം മുഴുവൻ തുടരുമെന്നും അറിയിച്ചു. കർഷകർ വെറും ഭക്ഷ്യദാതാക്കൾ മാത്രമല്ല, ഭൂമിയുടെ യഥാർത്ഥ പരിപാലകരാണെന്നും മണ്ണിനെ സ്വർണമാക്കി മാറ്റുന്നതിന്റെ അർത്ഥം കർഷകരിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ന് കർഷകർ പാരമ്പര്യവും ടെക്നോളജിയും സമന്വയിപ്പിക്കുന്നതായും അറിയിച്ചു. കർഷകർ ഇപ്പോൾ ഉൽപാദനത്തിൽ മാത്രമല്ല, ഗുണനിലവാരത്തിലും മൂല്യവർദ്ധനവിലും പുതിയ വിപണികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാണുന്നതിലെ സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ഒരു വയലിൽ 570 ഇനം നെൽകൃഷി ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇതിൽ പ്രാദേശിക ഇനങ്ങൾ, ഔഷധ ഇനങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നതായും ഇത് കൃഷി മാത്രമല്ല വിത്തുകളുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ പ്രചാരണം കൂടിയാണെന്നും അറിയിച്ചു. केरला के त्रिशूर जिले में एक गांव ऐसा है जहां एक ही खेत में 570 तरह की धान की किस्में लगाई जाती हैं। इसमें स्थानीय किस्में भी हैं, हर्बल किस्में भी हैं और दूसरे राज्यों से लाई गई प्रजातियां भी हैं। ये केवल खेती नहीं, बीजों की विरासत को बचाने का महाअभियान है. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായി മാറിയിരിക്കുന്നതായും 15 കോടി ടണ്ണിലധികം അരി ഉൽപ്പാദിപ്പിക്കുന്നത് ചെറിയ നേട്ടമല്ലെന്നും നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുകയും ലോകത്തിന്റെ ഫുഡ് ബാസ്ക്കറ്റിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ മണ്ണിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാമാങ്കം എന്ന ഒരു പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പലരും ഇതിനെ മഹാമാഘ മഹോത്സവം അല്ലെങ്കിൽ കേരള കുംഭം എന്ന് വിളിക്കുന്നുവെന്ന് അറിയിച്ചു. മാഘമാസത്തിൽ പുണ്യനദിയിൽ കുളിച്ച് ആ നിമിഷത്തെ ജീവിതത്തിന്റെ മായാത്ത ഓർമ്മയാക്കുന്നത് ഇതിന്റെ ആത്മാവാണ് എന്നറിയിച്ച അദ്ദേഹം കാലക്രമേണ ഈ പാരമ്പര്യം മങ്ങിയതായും ഏകദേശം 250 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും അതിന്റെ പൈതൃകം തിരിച്ചറിയുകയും വിജയകരമായി സംഘടിപ്പിക്കുകയും ചെയ്തതായി വ്യക്തമാക്കി. इस बार बिना किसी बड़ी घोषणा के केरला कुंभ का सफल आयोजन हुआ. साथियों, महाकुंभ हो या केरला कुंभ, ये केवल स्नान का पर्व नहीं है, यह स्मृति का जागरण है, यह संस्कृति का पुनर्स्मरण है. उत्तर से दक्षिण तक नदियां भले अलग हो, किनारे भले अलग हो, पर आस्था की धारा एक ही है. यही भारत है. മഹാകുംഭമേളയായാലും കേരള കുംഭമേളയായാലും ഇത് കേവലം സ്നാനം ചെയ്യുന്നതിന്റെ ഉത്സവമല്ല, മറിച്ച് ഓർമ്മയുടെ ഉണർവും സംസ്കാരത്തിന്റെ ഒരു പുനഃസ്മരണയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വടക്ക് മുതൽ തെക്കുവരെ നദികൾ വ്യത്യസ്തമായിരിക്കാം, തീരങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ വിശ്വാസത്തിന്റെ പ്രവാഹം ഒന്നു തന്നെയാണ്. ഇതാണ് ഭാരതമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെക്കുറിച്ച് അനുസ്മരിച്ച പ്രധാനമന്ത്രി ജയലളിതയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ജനങ്ങൾക്ക് അവർ നൽകിയ സേവനങ്ങൾ എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്ന് അറിയിക്കുകയും ചെയ്തു. എക്സാം വാരിയേഴ്സായ കുട്ടികൾ പൂർണ്ണ മനസ്സോടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ അവസരത്തിൽ കുട്ടികൾക്ക് എല്ലാം ഓർമ്മയുണ്ടാകുമോ, സമയം തികയാതെ പോകുമോ എന്ന ചിന്തകൾ ഉണ്ടാകാമെന്നും എന്നാൽ നിങ്ങളുടെ മൂല്യം മാർക്ക് ഷീറ്റിലൂടെ അല്ല നിർണ്ണയിക്കപ്പെടുന്നതെന്ന് ഓർക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിനാൽ സ്വയം വിശ്വസിക്കാനും പഠിച്ച കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ എഴുതാനും അദ്ദേഹം കുട്ടികളോട് ആവശ്യപ്പെട്ടു. എല്ലാവർക്കും റമദാന്റെ പുണ്യമാസത്തിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നിറങ്ങളും വർണ്ണപ്പൊലിമയും സന്തോഷവും നിറഞ്ഞ ഹോളി ആശംസകൾ നേർന്നു. വിദേശ വസ്തുക്കളെ നമ്മുടെ ആഘോഷങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും സ്വദേശി സ്വീകരിക്കുകയും വോക്കൽ ഫോർ ലോക്കലിന് പ്രാധാന്യം നൽകി രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങളിൽ ഭാഗഭാക്കാകുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 131 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.